കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീ സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ രാമായണം ഇങ്ങനെ പറയുമ്പോൾ എപ്പോഴും പിന്നെ ഹനുമാൻ അടുത്തിരിക്കണ്ടെന്ന് തന്നെ സങ്കല്പിക്കണം എന്ന് പറയൂലോ. അപ്പോൾ അതന്നെ സങ്കല്പിച്ച് നമ്മൾ ചെയ്യാം. എന്ത് പറഞ്ഞാൽ നിർത്തിയത് എന്നല്ലേ വെച്ചാൽ പിന്നെ ഇങ്ങനെ ഉരകങ്ങളും സിദ്ധന്മാരും കിന്നരന്മാരും മരുത്തുക്കളും വസുക്കളും മുനികളും ഗോക്കളും ഗുഹ്യകന്മാരും പക്ഷികളും അപ്സരസ്സുകളും പ്രജാപതികളും ഒക്കെ രാമൻ്റെ ഈ ദിവ്യ വിഗ്രഹത്തിനെ കണ്ടിട്ട് വെവ്വേറെ സ്തുതിച്ചു. എന്നിട്ട് രാമൻ ഇങ്ങടും അവരെയൊക്കെ വന്ദിച്ചു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് പോയി. ബ്രഹ്മാവും ശിവനും മുതലായ സർവരും രാമനെ പിന്നെയും പ്രശംസിച്ചു. പിന്നെ രാമൻ്റെ ഈ പ്രവൃത്തികളെ പിന്നെയും പ്രശംസിച്ചു. എന്നിട്ട് അഭിഷേകം കൊണ്ട് മേല് മുഴുവൻ നനഞ്ഞവനും സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന സമേതനും ആയിട്ട് സിംഹാസനത്തിലിരിക്കണ ആ രാമചന്ദ്രനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് അവരെല്ലാവരും അവരവരുടെ സ്വധാമങ്ങളിലേക്ക് പോവുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിയതെന്നല്ലേ അല്ലേ. അപ്പം നമുക്ക് 75 കൂടി അത് ഇന്നലെ ചെയ്യായിരുന്നു. ഞാൻ അത്ര ആലോചിച്ചില്ല, സമയം വൈകി എന്ന് പറഞ്ഞ് നിർത്തി. ഇനി ശരിക്കും ഒരൊറ്റ ശ്ലോകം ഇതിലുള്ളൂ ഈ സർഗത്തിലെ. അതും കൂടി കഴിഞ്ഞ് നിർത്തിയാൽ മതിയായിരുന്നു. അത് അപ്പം ആ സമയത്ത് റിയലൈസ് ചെയ്തില്ല. സാരമില്ല, നമുക്ക് ഇന്ന് അത് ചൊല്ലി പിന്നെ 16ാം സർഗത്തിലേക്ക് നമുക്ക് 16ാം സർഗത്തിലേക്ക് നമുക്ക് പോവാം. ഇന്നത് കഴിഞ്ഞിട്ട് കേട്ടോ. ഖേ വാദ്യേഷു ധ്വനൽസു പ്രമുദിതഹൃദയൈർദേവവൃന്ദൈസ്തുവദ്ഭിർ വർഷദ്ഭി പുഷ്പവൃഷ്ടിം ദിവി മുനി നികരൈരീഡ്യമാനസമന്താത് രാമശ്യാമപ്രസന്നസ്മിതരുചിരമുഖ സൂര്യകോടിപ്രകാശഃ സീതാസൗമിത്രിവാതാത്മജമുനിഹരിഭി സേവ്യമാനോ വിഭാതി. നല്ല മനോഹരമായിട്ടുള്ളൊരു ശ്ലോകമാണ്. ഖേ ചാൽ ആകാശത്തിൽ, വാദ്യേഷു വാദ്യങ്ങൾ, ധ്വനൽസു വാദ്യങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ധ്വനിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ധ്വനൽസു പറഞ്ഞില്ലേ, ആകാശത്തിലെ വാദ്യങ്ങൾ ധ്വനിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുഷ്പവൃഷ്ടിയെ വർഷദ്ഭി വർഷിക്കുന്നവരും പ്രമുദിത ഹൃദയൈഹി അങ്ങേറ്റ സന്തോഷത്തോടു കൂടിയിട്ടുള്ള ഹൃദയത്തോടു കൂടിയവരും സ്തുവദ്ഭി സ്തുതിക്കുന്നവരുമായ ദേവവൃന്ദൈഹി ദേവ സമൂഹങ്ങളാലും ദിവി മുനി നികരൈഹി ആകാശത്ത് നിൽക്കുന്ന മുനിമാരാലും ഈഡ്യമാന സ്തുതിക്കപ്പെട്ടവനും പ്രസന്നസ്മിത രുചിരമുഖ പ്രസന്നമായിട്ടുള്ള മന്ദഹാസത്താൽ മനോഹരമായിരിക്കുന്ന മുഖത്തോടു കൂടിയവനും അല്ലേ, സൂര്യകോടി പ്രകാശ കോടി സൂര്യനെ പോലെ ശോഭിക്കുന്നവനും സീതാ സൗമിത്രി വാതാത്മജ മുനിഹരിഭിഹി സേവ്യമാന സീത ലക്ഷ്മണൻ ഹനുമാൻ മുനിമാർ വാനരന്മാർ ഇവയാൽ സേവിക്കപ്പെടുന്നവനുമായ ശ്യാമഹ രാമ വിഭാതി ശ്യാമള നിറമുള്ള രാമനിതാ പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ ശരിക്കും പറയാച്ചാൽ ഈ ഒരു ശ്ലോകമാണ് ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ അങ്ങോട്ട് ഉദിപ്പിക്കും അല്ലേ. ഇതങ്ങോട്ട് വായിക്കുമ്പോൾ നമുക്ക് ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ ഒരു ചിത്രം മനസ്സിൽ നല്ലോണം അങ്ങോട്ട് തെളിയും. അത്ര നല്ല ശ്ലോകമാണ്. എന്താ പറഞ്ഞാൽ ദേവമുനിമാരാൽ സ്തുതിക്കപ്പെടുന്ന രാമൻ്റെ 4 ഭാഗത്തും ദേവമുനിമാർ സ്തുതിക്കുന്നുണ്ട്. ആകാശത്ത് ദേവമുനിമാരാൽ സ്തുതിക്കപ്പെടുന്ന ആ രാമൻ്റെ, എന്നിട്ട് ആകാശത്ത് വാദ്യഘോഷങ്ങൾ മുഴങ്ങണമുണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഈ രാമൻ്റെ 4 ഭാഗത്തും പുഷ്പവർഷം ചെയ്ത് സ്തുതിക്കുന്നവരും
ഹൃദയന്മാരുമായ ദേവന്മാർ ആകാശത്തിലെ വാദ്യഘോഷം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സീത, ലക്ഷ്മണൻ, ഹനുമാൻ, മുനിമാര്, വാനരന്മാർ എന്നിവരാൽ സേവിക്കപ്പെടുന്നവനും പിന്നെയോ പ്രസന്നവും മന്ദഹാസത്താൽ മനോഹരവുമായ മുഖത്തോടും കോടി സൂര്യ പ്രകാശത്തോടു കൂടിയവനും ശ്യാമളവർണ്ണനുമായ രാമൻ പട്ടാഭിഷേകം ചെയ്യപ്പെട്ടവനായി സിംഹാസനത്തിൽ സർവോത്കർഷേണ വിളങ്ങുന്നു തന്നെ നമുക്ക് പറയാം അല്ലേ. അപ്പോൾ ഈ ഒരു ശ്ലോകം ശരിക്കും ശ്രീരാമ പട്ടാഭിഷേക രംഗം ആണ് നമ്മളെ മനസ്സിൽ ഉണ്ടാവാൻ സഹായിക്കണം. വളരെ നല്ല ശ്ലോകമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരാലും സേവിക്കപ്പെട്ടുകൊണ്ടും ആകാശത്തിൽ വാദ്യഘോഷങ്ങൾ മുഴങ്ങിക്കൊണ്ടും, അതായത് താഴെ ഇപ്പോൾ വസിഷ്ഠനടക്കമുള്ള മുനിമാരാൽ, ദേവന്മാരാലും മുനിമാരാലും സ്തുതിക്കപ്പെട്ട്, പിന്നെ ആരൊക്കെ അടുത്ത് സീത, ലക്ഷ്മണൻ, ഹനുമാൻ, ബാക്കിയുള്ള മുനിമാരെ, വാനരന്മാരെ, സുഗ്രീവനും ഒക്കെ, പിന്നെ വിഭീഷണൻ, എല്ലാവരും ഉണ്ട്. ഇവരെല്ലാം ഉള്ള ആ ഇതിൽ വെച്ച് ശ്രീരാമൻ കോടി സൂര്യൻ്റെ പ്രഭയോടുകൂടി അതാ സിംഹാസനത്തിൽ സീതാസമേതനായിട്ട് അതായിരിക്കണ ആ രംഗം നമുക്ക് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ 15-ാം സർഗം നമുക്ക് അവസാനിപ്പിക്കാം. ഖേ വാദ്യേഷു ധ്വനൽസു പ്രമുദിതഹൃദയൈർദേവവൃന്ദൈഃ സ്തുവദ്ഭിർ വർഷദ്ഭിഃ പുഷ്പവൃഷ്ടിം ദിവി മുനി നികരൈരീഡ്യമാനസമന്താത്. ഇഡ്യമാന സ്തുതിക്കപ്പെട്ട, അങ്ങനെ സ്തുതിക്കപ്പെട്ടവനായിട്ട് രാമശ്യാമ പ്രസന്നസ്മിതരുചിരമുഖ സൂര്യകോടി പ്രകാശ സീതാ സൗമിത്രിവാതാത്മജമുനിഹരിഭി സേവ്യമാനോ വിഭാതി. ഇതി ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡേ 15 സർഗഃ. ഇനി നമുക്ക് യുദ്ധകാന്ഡം 16-ാം സർഗത്തിലേക്ക് കടക്കാം. സാധാരണ പോലെ ആദ്യം ശ്രീ ശിവഭഗവാൻ പാർവതീദേവിയോട് പറയുന്നു. ശ്രീ മഹാദേവ ഉവാച. ആദ്യത്തെ ശ്ലോകം. രാമേഭിഷിക്തേ രാജേന്ദ്രേ സർവലോകസുഹാവഹേ വസുധാ സസ്യാസമ്പന്ന ഫലവന്തോ മഹീരുഹാ. സർവലോകസുഖാവഹേ രാമേ, സർവലോകങ്ങൾക്കും സുഖത്തെ നൽകുന്ന രാമൻ, രാജേന്ദ്രേ അഭിഷിക്തേ, രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടപ്പോൾ, വസുധ ചന്ത ഭൂമി, ശ്രീരാമനെ അഭിഷേകം ചെയ്യപ്പെട്ടപ്പോഴേ ഭൂമി സസ്യസമ്പന്നമായും ആയും മഹീരുഹ വൃക്ഷങ്ങൾ ഫലവത്തുക്കളുമായിരുന്നു. അതായത് എല്ലാ ലോകങ്ങൾക്കും സൗഖ്യം പ്രദാനം ചെയ്യുന്ന പരബ്രഹ്മം തന്നെ മനുഷ്യാവതാരം എടുത്തു വന്ന ശ്രീരാമചന്ദ്രനെ ഭൂലോകത്തിൽ രാജാവായി അഭിഷേകം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ ധർമ്മിഷ്ഠനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭരണം കാരണം ഭൂമിയിൽ സസ്യങ്ങളൊക്കെ സസ്യാഭിവൃദ്ധിയും വൃക്ഷലതാദികളിലെ ഫലപുഷ്പങ്ങൾ ധാരാളം ഉണ്ടാവുന്ന തരത്തിലുള്ള അഭിവൃദ്ധിയും ഒക്കെ ഉണ്ടായി. എന്താ, ഭൂമി മുഴുവൻ അത്ര സമ്പൽ സമൃദ്ധായി ശ്രീരാമൻ്റെ ഭരണകാലത്തെ. ശ്രീ മഹാദേവ ഉവാച. രാമേഭിഷിക്തേ രാജേന്ദ്രേ സർവലോകസുഖാവഹേ വസുധ സസ്യസമ്പന്ന ഫലവന്തോ മഹീരുഹാഹ. സസ്യാസമ്പന്ന എന്ന് തെറ്റി അച്ചടിക്കുകയാണ്, സസ്യസമ്പന്ന എന്നേ ഉള്ളൂ കേട്ടോ. ഇനി 2, 3 ഒന്നിച്ച് ചെയ്യാം. ഗന്ധഹീനാനി പുഷ്പാണി ഗന്ധവന്തി ചകാശിരേ സഹസ്രശതമശ്വാനാം ധേനൂനാം ച ഗവാം തഥാ ദദൗ ശതവൃഷാൻ പൂർവം ദ്വിജേഭ്യോ രഘുനന്ദന 30 കോടിം സുവർണസ്യ ബ്രാഹ്മണേഭ്യോ ദദൗ പുനാ വസ്ത്രാഭരണരത്നാനി ബ്രാഹ്മണേഭ്യോ മുദാ തഥാ. ഗന്ധഹീനാനി പുഷ്പാണി, ഗന്ധമില്ലാത്ത പുഷ്പങ്ങൾ, ഗന്ധവന്തി, അവർക്കൊക്കെ സാധാരണ ഗന്ധമില്ലാത്ത പുഷ്പങ്ങൾക്കൊക്കെ ഗന്ധം ഉള്ളവയായിട്ട് ചകാശിരെ ശോഭിച്ചു. അതായത് ശ്രീരാമൻ്റെ ഭരണകാലത്ത് സാധാരണ ഗന്ധമില്ലാത്ത പുഷ്പങ്ങളും കൂടി നല്ല സുഗന്ധ പുഷ്പങ്ങളായിട്ട് ഭവിച്ചു.
പൂർവം ശതവൃഷാൻ ആദ്യം 100 കാളകളെയും അശ്വാനാം സഹസ്രശ 100,000 കുതിരകളെയും തഥാ ധേനൂനാം ഗവാം ച അപ്രകാരം പശുക്കളെയും ഗോക്കളെയും രഘുനന്ദന രാമൻ ദ്വിജേഭ്യ അതായത് ബ്രാഹ്മണക്കായിക്കൊണ്ട് ദദൗ ദാനം ചെയ്തു. പുനഃ സുവർണസ്യ 30 കോടി പിന്നെയും 30 കോടി സ്വർണവും ബ്രാഹ്മണേഭ്യ ദദൗ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. വസ്ത്രാഭരണരത്നാനി വസ്ത്രാഭരണരത്നങ്ങളെയും മുത സന്തോഷത്തോടുകൂടെ ബ്രാഹ്മണേഭ്യ ബ്രാഹ്മണക്കായിക്കൊണ്ട് തഥാ ദദൗ അങ്ങനെ ദാനം ചെയ്തു. അതായത് ദാനധർമ്മങ്ങളൊക്കെ ധാരാളം ചെയ്തു എന്ന് പറയണം. എന്നാലേ രാജ്യം ഐശ്വര്യപൂർണ്ണമായിട്ട് വർത്തിക്കുള്ളൂ. അതാണ് രാമൻ. അതായത് അത്ര ധർമ്മം ധാരാളം നല്ല ധർമ്മനിഷ്ഠനായിട്ട് ഭരിക്കണം, എന്നാലല്ലേ ഐശ്വര്യം ഉണ്ടാവുള്ളൂ. രാമൻ രാജാവായി വരുന്നതിന് മുമ്പേ ഒട്ടും ഗന്ധമില്ലാതിരുന്ന പുഷ്പങ്ങളൊക്കെ ഇപ്പോൾ നല്ല സുഗന്ധ പുഷ്പങ്ങളായിട്ട് ശോഭിച്ചു. അഭിഷേകത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ശ്രീരാമൻ 100,000 കുതിരകളെ അത്രന്നെ ധേനുക്കളും ഗോക്കളും 100 കാളകള എന്നിവയൊക്കെ ബ്രാഹ്മണർക്ക് ധാരാളം ദാനം ചെയ്തിരിക്കുന്നു. പിന്നെയും 30 കോടി സ്വർണവും വസ്ത്രാഭരണങ്ങളും സന്തോഷപൂർവ്വം ബ്രാഹ്മണർക്ക് നൽകി. അതായത് നല്ല ആൾക്കാർക്ക്, സജ്ജനങ്ങൾക്ക് നൽകി നേർത്തുള്ളൂ. ഗന്ധഹീനാനി പുഷ്പാണി ഗന്ധവന്തി ചകാശിരേ സഹസ്രശതമശ്വാനാം ധേനൂനാം ജഗവാം തഥാ ദദൗ ശതവൃഷാൻ പൂർവം ദ്വിജേഭ്യോ രഘുനന്ദന 30 കോടിം സുവർണസ്യ ബ്രാഹ്മണേഭ്യോ ദദൗ പുനഃ വസ്ത്രാഭരണരത്നാനി ബ്രാഹ്മണേഭ്യോ മുദാ തഥാ. ഇനിയോ 4ഉം 5ഉം മറ്റേല് 3 വരിയായതുകൊണ്ട് പിന്നെ ഒരു വരിയല്ല. സൂര്യകാന്തി സമപ്രഖ്യം സർവരത്നമയീം സ്രജം സുഗ്രീവായ ദദൗ പ്രീത്യ രാഘവോ ഭക്തവത്സല അംഗദായ ദദൗ ദിവ്യേ അംഗദേ രഘുനന്ദന. ഇനി എന്താ ഇവർക്കൊക്കെ എന്താ കൊടുത്തെന്ന് പറയാണ് സുഗ്രീവനൊക്കെ. സൂര്യകാന്തി സമപ്രഖ്യം സൂര്യൻ്റെ കാന്തിക്ക് തുല്യമായ പ്രഭയോടുകൂടിയ സർവരത്നമയും സ്രജം രത്നം കൊണ്ടൊരു മാല, അത്ര പ്രകാശമാനമായിട്ടുള്ള രത്നം കൊണ്ടുള്ളൊരു മാല ഭക്തവത്സല രാഘവൻ ഭക്തവത്സലനായ രാമൻ പ്രീത്യ സന്തോഷത്തോടു കൂടി സുഗ്രീവായ ദദൗ സുഗ്രീവന് കൊടുത്തു നല്ലൊരു രത്നമാല. ദിവ്യ അംഗദേ ദിവ്യങ്ങളായ 2 തോൾവളകളെ രഘുനന്ദന രാമൻ അംഗദായ ദദൗ ബാലിയുടെ മകനായിട്ടുള്ള അംഗദന് കൊടുത്തു. എന്താണ് സുഗ്രീവന് അംഗദനും കൊടുത്തതെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. സൂര്യന് തുല്യം പ്രകാശമുള്ളതും പലവിധ രത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയതുമായ നല്ലൊരു രത്നമാല സുഗ്രീവനും ദിവ്യങ്ങളായ കല്ലുകൾ പതിച്ച 2 അംഗദങ്ങളെ തോൾവളകളെ അംഗദനും ഭക്തവത്സലനായ ഭഗവാൻ വളരെ സന്തോഷപൂർവം നൽകി. അതായത് അംഗദനും സുഗ്രീവന് ഒരു രത്നമാലയും അംഗദന് നല്ല രത്നം പതിച്ച അംഗദങ്ങൾ അതായത് തോൾവളകളും കൊടുത്തു. സൂര്യകാന്തി സമപ്രഖ്യം സർവരത്നമയീം സ്രജം സുഗ്രീവായ ദദൗ പ്രീത്യ രാഘവോ ഭക്തവത്സല അംഗദായ ദദൗ ദിവ്യേ അംഗദേ രഘുനന്ദന. 6 ചന്ദ്രകോടി പ്രതീകാശം മണിരത്നവിഭൂഷിതം സീതായൈ പ്രദദൗ ഹാരം പ്രീത്യ രഘുകുലോത്തമ. ചന്ദ്രകോടി പ്രതീകാശം കോടി ചന്ദ്രന് തുല്യം പ്രകാശമുള്ളതും മണിരത്നവിഭൂഷിതം മണിരത്നങ്ങളാൽ അലങ്കരിക്കപ്പെട്ടതുമായ ഹാരത്തെ രഘുകുലോത്തമ അതായത് ശ്രീരാമൻ പ്രീത്യ വളരെ പ്രീതിയോടുകൂടി സീതയ്ക്കായിക്കൊണ്ട് കൊടുത്തു. സുഗ്രീവന് അംഗദനും കൊടുത്തതിന് ശേഷം സീതയ്ക്ക് കൊടുത്ത അല്ലേ. കോടി ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നതും കോടി ചന്ദ്രന്മാരെ പോലെ പ്രകാശിക്കുന്നതും മണിരത്നങ്ങൾ കൊണ്ട് അലങ്കരിച്ചതുമായ ഒരു മുത്തുമാല സ്നേഹപൂർവം ശ്രീരാമൻ സീതയ്ക്ക് നൽകി. സീതയുടെ കഴുത്തിലിട്ട് കൊടുത്തിട്ടുണ്ടാവും. സീതയ്ക്ക് മുത്തുമാലയാണ് കൊടുത്തത്. ചന്ദ്രകോടി പ്രതീകാശം മണിരത്നവിഭൂഷിതം സീതായൈ പ്രദദൗ ച നൽകി. ഹാരം പ്രീത്യ വളരെ സന്തോഷത്തോടെ രഘുകുലോത്തമ. ഇനി 7
അവമുച്ചാത്മന കണ്ടാൽ ധാരം ജനകനന്ദിനി അവൈക്ഷത ഹരീൻ സർവാൻ ഭർത്താരം ച മുഹുർമുഹു. ജനകനന്ദിനി ജനകപുത്രിയായ പുത്രി ആത്മന കണ്ടാൽ തൻ്റെ കണ്ഠത്തിൽ നിന്ന് ഹാരം അവമുച്യ വേഗം കഴുത്തിലെടുത്തു കൊടുത്തു. അതിനെ അഴിച്ചിട്ട് ഊരിപ്പിടിച്ചിട്ട് സർവാൻ ഹരീൻ എല്ലാ വാനരന്മാരെയും ഭർത്താരം ച ഭർത്താവിനെയും മുഹു മുഹു വീണ്ടും വീണ്ടും അവൈക്ഷത നോക്കി. എന്താ അതായത് ശ്രീരാമൻ ഒരു നല്ല മണിരത്നമാല സീതയുടെ കണ്ഠത്തിൽ അണിയിച്ചു എന്ന് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞുല്ലോ. ഇതിലെന്താ പറഞ്ഞ വെച്ചാൽ ഈ ജനകപുത്രി ആ മുത്തുമാലയെ തൻ്റെ കഴുത്തിൽ നിന്ന് ഊരി എന്നിട്ട് കയ്യെ പിടിച്ചുകൊണ്ട് സകല വാനരന്മാരെയും ശ്രീരാമനെയും നോക്കി പല പ്രാവശ്യം അങ്ങനെ നോക്കി. എന്നിട്ട് അതായത് നോട്ടം കൊണ്ട് ശ്രീരാമനോട് പറയാണ്, എനിക്ക് ഈ മാല അങ്ങ് തന്നതാണെങ്കിലും ഇതെനിക്ക് വാനരന്മാർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ വാനരന്മാരിൽ ഒരാൾക്ക് എനിക്ക് ഈ മാല കൊടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയുകയാണോ എന്ന് തോന്നുമാറ് ശ്രീരാമനെ നോക്കിയതാണ്. അല്ലെങ്കിൽ നോക്കേണ്ട കാര്യമില്ലല്ലോ. ആ മാല വേഗം അഴിച്ചിട്ട് കൈ പിടിച്ചിട്ട് വാനരന്മാരെ നോക്കി ശ്രീരാമനെ നോക്കി. അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഇതിലത്തെ ഒരു വാനരനെ എനിക്ക് ഈ മാല കൊടുക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയാതെ പറഞ്ഞതാണ് നോട്ടം കൊണ്ടേ. അവമുച്ചാത്മന കണ്ടാൽ ധാരം ജനകനന്ദിനി. കണ്ടാത് ഹാരം, കണ്ടാത് ധാരം ധാനാവുകയാണ്. അതപ്പോഴേ കണ്ടാത് ഹാരം ചമാല. അവമുച്ചാത്മന അത് അഴിച്ചു ഊരിയിട്ട് ജനകനന്ദിനി അവൈക്ഷത നോക്കി ഹരീൻ സർവാൻ വാനന്മാരെ മുഴുവൻ ഭർത്താരം ച ഭർത്താവിനെയും മുഹുർമുഹു പിന്നെയും നോക്കി. പല പ്രാവശ്യം നോക്കി എന്നർത്ഥം. ഇനി 8 രാമസ്താമാഹ എന്നിട്ട് പറയണം. ആഹ പറഞ്ഞു വൈദേഹി മിംഗിതജ്ഞോ വിലോകയൻ വൈദേഹി യസ്യ തുഷ്ടാസി ദേഹി തസ്മൈ വരാനനെ. എന്താ അറിയോ? ഇംഗിതജ്ഞ സീതയുടെ ഇംഗിതത്തെ അറിയുന്ന രാമൻ. സീതയുടെ മനസ്സിലെന്താന്ന് രാമന് മനസ്സിലായി. താൻ വൈദേഹിം ആ വിദേഹ രാജപുത്രിയോട് വിലോകയൻ നോക്കിയിട്ട് അതായത് സീതയെ നോക്കിയിട്ട് പറഞ്ഞു, വൈദേഹി ഹേ വൈദേഹി യസ്യ യാതൊരുവൻ്റെ പേരിൽ തുഷ്ട അസി നിനക്ക് ആരുടെ പേരിലാണ് ഏറ്റവും സന്തോഷമുണ്ടായത്? വരാനനെ ഹേ സുന്ദരി തസ്മൈ ദേഹി ആര് കാരനാണ് നിനക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായത് വെച്ചാൽ ആ ആൾക്ക് അത് കൊടുത്തോളൂന്ന്. അത് ദാനം ചെയ്താലും തസ്മൈ ദേഹി അതിനെ കൊടുത്താലും ഇതി ആഹ എന്ന് പറഞ്ഞു എന്ന്. അതായത് ഒരു അർത്ഥം വെച്ചിട്ട് നോക്കിയല്ലോ ശ്രീരാമനെ. അപ്പോൾ ശ്രീരാമന് സീതയുടെ ഇംഗിതം മനസ്സിലായി. അപ്പോൾ രാമൻ സീതയെ നോക്കിക്കൊണ്ട് സീതയോട് പറഞ്ഞു, ഹേ വൈദേഹി, സുന്ദരിയായ വൈദേഹി, സീതയ്ക്ക് ആരാണ് സീത ഏതാളാൾ അല്ലെങ്കിൽ ഏത് വാനരനാൽ ആണ് ഏറ്റവും സന്തോഷിക്കപ്പെട്ടത്? അവന് ഈ ഹാരത്തെ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ആരാണ് നിനക്ക് ഏറ്റവും സന്തോഷം തന്നത്? ആ ആൾക്ക് ഞാൻ നിനക്ക് നൽകിയ ഈ ഹാരത്തെ നൽകിക്കോളൂ എന്ന് പറഞ്ഞു. ഒരു വിരോധമില്ല രാമന്. സീതയ്ക്ക് ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കാം. രാമസ്താമാഹ പറഞ്ഞു നാഹച്ച പറഞ്ഞു വൈദേഹീമിംഗിതജ്ഞോ വിലോകയൻ. ഇംഗിതം ഇറങ്ങിയതിന് ശേഷം വൈദേഹിയെ നോക്കിയിട്ട് പറഞ്ഞു, വൈദേഹി വിളിച്ചിട്ട് പറഞ്ഞു, സീതേ യസ്യ തുഷ്ടാസി ആരിലാണ് നിനക്ക് ഏറ്റവും സന്തോഷം തോന്നണത് വെച്ചാൽ ദേഹി തസ്മൈ വരാനനേ ഹേ സുന്ദരി ആ ആൾക്ക് അത് നൽകിയാലും എന്ന് പറഞ്ഞു. അപ്പോഴോ ആർക്കാ കൊടുത്തതെന്ന് നമുക്ക് സംശയമില്ല അല്ലേ? സീത ആരാലാണ് ഏറ്റവും സന്തോഷിക്കപ്പെട്ടത്? ഹനുമാനാലാണല്ലോ. ഹനുമാൻ അവിടെ വന്നപ്പോഴല്ലേ എല്ലാ വിവരവും അറിഞ്ഞ് പറഞ്ഞത്. അപ്പോൾ ഹനുമതേ ദദൗഹാരം പശ്യതോ രാഘവസ്യ ച തേന ഹാരേണ ശുശുഭേ മാരുതിർഗൗരവേണ ച. രാഘവസ്യ പശ്യത രാഘവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹാരം ആ മാലയെ ഹനുമാനായിക്കൊണ്ട് ദദൗ വേഗം സീത തനിക്ക് രാമൻ നൽകിയ ആ ഹാരത്തെ ഹനുമാന് നൽകി. മാരുതി വായുപുത്രൻ
തേന ഹാരേണ ആഹാരം കൊണ്ടും ഗൗരവേണ ച ഗൗരവം കൊണ്ടും ശുശുഭേ ശോഭിച്ചു. എന്താ പറയണേ? ശ്രീരാമചന്ദ്രൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സീത തനിക്ക് നൽകിയ ഹാരം ഹനുമാന് കൊടുത്തു. ആ ഹാരം കൊണ്ടും ഗൗരവം കൊണ്ടും ഹനുമാൻ ഏറ്റവും പ്രകാശിച്ചു എന്നാണ് പറഞ്ഞത്. ഹനുമതേ ദദൗ ഹാരം പശ്യതോ രാഘവസ്യ ച തേന ഹാരേണ ശുശുഭേ മാരുതിർഗൗരവേണ ച. ഇനി 10. രാമോപി മാരുതിം ദൃഷ്ട്വാ കൃതാഞ്ജലിമുപസ്ഥിതം ഭക്ത്യാ പരമയാ തുഷ്ട ഇദം വചനമബ്രവീത്. കൃതാഞ്ജലി, അതായത് കൂപ്പിയ കൈകളോടെ ഉപസ്ഥിതം മാരുതി, ഇരിക്കുന്ന, അടുത്തിരിക്കുന്ന, ഉപസ്ഥിതം ചെന്ന അടുത്തിരിക്കുന്ന, കൂപ്പിയ കൈകളോടെ അടുത്തിരിക്കുന്ന വായുപുത്രനെ ദർശിച്ചിട്ട് അല്ലെങ്കിൽ കണ്ടിട്ട് പരമയാ ഭക്ത്യ, പരമമായ ഭക്തി കൊണ്ട് തുഷ്ട രാമ, സന്തോഷിച്ച രാമൻ ഇതം വചനം, ഈ വാക്യത്തെ അബ്രവീത്. അതായത് ഹനുമാന്റെ പരമമായ ഭക്തി അറിഞ്ഞുകൊണ്ടാണ് ശ്രീരാമനെ, എന്താണെന്ന് വെച്ചാൽ അതായത് രാമന് സന്തോഷമായി ഈ ഹനുമാന്റെ ആ പരമഭക്തി കണ്ടിട്ട് സന്തോഷിച്ചുകൊണ്ട് പിന്നെ അഞ്ജലിബദ്ധനായിട്ട് തൻ്റെ സമീപത്തിരിക്കുന്ന ഹനുമാനോട് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞ ഭഗവാൻ? നമുക്ക് അടുത്ത ശ്ലോകമാണ് കേട്ടോ. രാമോപി മാരുതിം ദൃഷ്ട്വാ കൃതാഞ്ജലിമുപസ്ഥിതം ഭക്ത്യാ പരമയാ തുഷ്ടം ഇദം വചനമബ്രവീത്. എന്താ പറഞ്ഞ്? ഹനുമംസ്തേ പ്രസന്നോസ്മി വരം വരയ കാംക്ഷിതം ദാസ്യാമി ദേവൈരവി യദ് ദുർലഭം ഭുവനത്രയേ. ഹനുമാൻ, ഹേ ഹനുമാനെ, തേ നിന്റെ പേരിൽ പ്രസന്നഃ അസ്മി, ഞാൻ തീർത്തും പ്രസന്നനായിരിക്കുന്നു. കാംക്ഷിതം വരം, എന്ത് വരമാണ് നിനക്ക് ആഗ്രഹം വെച്ചാൽ അത് വരയാ, വരിച്ചുകൊള്ളുക. ഭുവനത്രയെ, ഈ 3 ലോകത്തിലും ത്രിലോകത്തിലും ദേവൈഹി അഭി, ദേവന്മാരാലും യദ് ദുർലഭം, യാതൊന്ന് ലഭിക്കപ്പെടുവാൻ പ്രയാസമുള്ളതോ തദ് ദാസ്യാമി, നിനക്ക് ഈ ത്രിലോകത്തില് 3 ലോകത്തിലും ദേവന്മാർക്ക് പോലും ലഭിക്കാൻ പ്രയാസമായിട്ടുള്ള വരമാണെങ്കിൽ പോലും നിനക്ക് ചോദിക്കാം, ഞാനത് തരാം പറയാണ്. അതായത് ഹേ ഹനുമാൻ, ഞാൻ നിന്നിൽ അങ്ങേയറ്റം പ്രീതനായിരിക്കുന്നു. നീ ആഗ്രഹിക്കുന്ന വരം ചോദിച്ചുകൊള്ളൂ. ദേവന്മാർക്കു കൂടി 3 ലോകത്തിലും ലഭിക്കാൻ പ്രയാസമുള്ളത് ഏതാണോ അതുപോലും ഞാൻ നിനക്ക് തരാം എന്ന് പറയാണ്. അതായത് ഭഗവാന് നൽകാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അപ്പം എന്ത് വേണമെങ്കിൽ ചോദിച്ചോളൂ എന്ന് ചുരുക്കം. ഹനുമാൻസ്തേ പ്രസന്നോസ്മി വരം വരയ കാംക്ഷിതം ദാസ്യാമി ദേവൈരവി യദ് ദുർലഭം ഭുവനത്രയേ. ദേവന്മാരെക്കാളും ഭാഗ്യം ചെയ്ത ആളാണ് ഹനുമാൻ, അല്ലേ? ഭഗവാൻ പറയാണ് എന്ത് വരം വേണമെങ്കിൽ വരിച്ചോളൂ എന്ന്. അതായത് പിന്നെ നരസിംഹമൂർത്തി പ്രഹ്ലാദനോട് പറഞ്ഞ പോലെയാണ്, എന്ത് വരം വേണമെങ്കിൽ ചോദിച്ചോളൂ. എന്താ കാരണം വെച്ചാൽ പരമമായ ഭക്തി കണ്ടിട്ടാണ്. ഭഗവാന് ഭക്തി മാത്രമേ വേണ്ടൂ, അല്ലാണ്ട് ഇപ്പം ഹനുമാനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതായത് ആർക്കാണ് പരമമായ ഭക്തി ഉള്ളത് അവർക്ക് എന്തും നൽകും ഭഗവാൻ. ഭഗവാനെ തന്നെ നൽകും, അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കുറേ ഇതിൽ. അപ്പോൾ ഇനി 12ഉം 13ഉം ഒന്നിച്ചാണ്, അതും കൂടി അങ്ങനെ ചെയ്ത് നിർത്താം, അല്ലേ? ഹനുമാനപി തം പ്രാഹ നത്വാ രാമം പ്രഹൃഷ്ടധി തം നാമസ്മരതോ രാമ ന തൃപ്യതി മനോ മമ അതസ്ത്വം നാമ സതതം സ്മരൻ സ്ഥാസ്യാമി ഭൂതലേ യാവൽ സ്ഥാസ്യതി തേ നാമ ലോകേ താവൽ കളേവരം മമ തിഷ്ഠതു രാജേന്ദ്ര വരോയം മേഭികാംക്ഷിത. ഒറ്റ വരേ വേണ്ടൂ. എന്താ കേട്ടോളൂ കേട്ടോ. പ്രഹൃഷ്ടധി, സന്തോഷമുള്ള മനസ്സോടുകൂടിയ ഹനുമാൻ രാമം നത്വ, രാമനെ നമിച്ചിട്ട് തം പ്രാഹ, എന്താ പറഞ്ഞ രാമനോട് പ്രാഹ പറഞ്ഞു. രാമ, ഹേ ശ്രീരാമ ഭഗവാനെ, ത്വം നാമ, നിന്തിരുവടിയ നാമത്തെ സ്മരത മമ, സ്മരിക്കുന്ന എൻ്റെ മനഃ ന തൃപ്യതി, എനിക്ക് അങ്ങയുടെ നാമം സ്മരിച്ചിട്ട് എത്രയായാലും തൃപ്തി വരുന്നില്ല. അങ്ങയുടെ ഈ രാമനാമ സ്മരണം കൊണ്ട് എനിക്ക് എത്രയായാലും തൃപ്തി വരുന്നില്ല. അതുകൊണ്ട് സതതം എപ്പോഴും
എനിക്ക് തൃപ്തിയാവണില്ല എത്രയേലും. അതുകൊണ്ട് എനിക്കുള്ള വരം എന്താ വേണ്ടതറിയോ? ത്വം നാമസ്മരൻ, നിന്തിരിയുടെ നാമത്തെ സ്മരിക്കുന്നവനായിട്ട് ഭൂതലെ, ഭൂമിയിൽ സ്ഥാസ്യാമി, ഞാൻ എന്നും അങ്ങയുടെ നാമം സ്മരിച്ച് ഈ ഭൂതലത്തിൽ വസിച്ചോളാം. കാരണം എനിക്ക് എത്ര സ്മരിച്ചിട്ടും എത്ര ജപിച്ചിട്ടും മതിയാവണില്ല. ലോകത്തിൽ തേ നാമ, നിന്തിരുവടിയുടെ നാമം യാവൽ സ്ഥാസതി, ഏതുവരെ നിലനിൽക്കുന്നുവോ, അങ്ങയുടെ നാമം എത്ര കാലം ഈ ലോകത്തിൽ നിലനിൽക്കുന്നുവോ അതുവരെ, താവത്, അതുവരെ മമ കളയവരം, എൻ്റെ ശരീരം തിഷ്ഠതു, സ്ഥിതി ചെയ്യട്ടെ. അതായത് ഈ ലോകത്തിൽ രാമനാമം എത്ര കാലമുണ്ടോ അത്ര കാലം എൻ്റെ ശരീരം നശിക്കാതിരിക്കട്ടെ. രാജേന്ദ്ര, ഹേ രാജാവേ, രാജാധിരാജ, അയം വരം, ഈ വരം മേ അഭികാംക്ഷിത, ഈ ഒരു വരെ എനിക്ക് വേണ്ടു, അതാണ് എനിക്കിഷ്ടമുള്ള വരം. എന്താ പറയണത്? ഹനുമാന് സന്തോഷമായി, ഇഷ്ടമുള്ള വരം വരിച്ചോളൂ പറഞ്ഞുല്ലോ. അപ്പോൾ അതിസന്തുഷ്ടനായിട്ട് ഹനുമാൻ രാമനോട് എന്താ പറഞ്ഞ? ഹേ ഭഗവാനെ, നിന്തിരുവടിയുടെ നാമത്തെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ മനസ്സിന് തൃപ്തിയാവണില്ല. അങ്ങയുടെ നാമം എത്ര സ്മരിച്ചാലും തൃപ്തിയാവണില്ല. അതുകൊണ്ട് അങ്ങയുടെ നാമത്തെ എപ്പോഴും സ്മരിച്ചും കൊണ്ട് ഭൂമിയിലിരിക്കാനാണ് എൻ്റെ ആഗ്രഹം. ചിരഞ്ജീവിയായിട്ടിരിക്കാനാണ് ആഗ്രഹം. അല്ലെങ്കിൽ ലോകത്തിൽ നിന്തിരുവടിയുടെ നാമം എത്ര കാലം വരെ നിലനിൽക്കുമോ അത്രയും കാലം വരെ എനിക്ക് ഈ ദേഹത്തിൽ നിലനിൽക്കണം, ഈ ദേഹത്തിലിരിക്കണം. നിന്തിരുവടിയുടെ നാമം എത്ര കാലം ഈ ലോകത്തിൽ നിലനിൽക്കുന്നുവോ അത്ര കാലം ഞാൻ ഈ ഞാനിരിക്കണം. ഹേ രാജാധിരാജ, ഈ വരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്ന് പറഞ്ഞു. വരം ചോദിച്ചു, അത് പറഞ്ഞു നിർത്താം. ഹനുമാനപി തം പ്രാഹ നത്വാ രാമം പ്രഹൃഷ്ടധീ ത്വന്നാമ സ്മരതോ രാമ ന തൃപ്യതി മനോ മമ അതസ്ത്വം നാമ സതതം സ്മരൻ സ്ഥാസ്യാമി ഭൂതലേ യാവൽ സ്ഥാസ്യതി തേ നാമ ലോകേ താവൽ കളേവരം മമ തിഷ്ഠതു രാജേന്ദ്ര വരോയം മേഭികാംക്ഷിതഃ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനീ നമഃ. ഗുരുവായൂരപ്പാ ശരണം.